നമസ്കാരം. CBN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ചാലക്കുടി പുഴയ്ക്ക് കുറുകെയുള്ള പഴയ പാലത്തിന്റെ അറ്റകുറ്റപ്പണികളുടെ ഭാഗമായി ബെയറിംഗ് മാറ്റുന്ന പ്രവൃത്തികൾ പുരോഗമിക്കുന്നു. തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് VD സതീശൻ സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. ചാലക്കുടി കാടുകുറ്റി കുടുംബാരോഗ്യ കേന്ദ്രം, ചെറുവാഴൂർ ജനകീയാരോഗ്യ കേന്ദ്രം എന്നിവയുടെ ആഭിമുഖ്യത്തിൽ ലോക ഡെങ്കു ദിനാചരണം സംഘടിപ്പിച്ചു. വിവാഹം കഴിച്ചാലോ കന്യാസ്ത്രീ ആയാലോ പിതാവ് നൽകിയ സ്വത്ത് നഷ്ടമാകുമെന്ന വ്യവസ്ഥ നിയമപരമല്ലെന്നും പാലിക്കേണ്ടതില്ലെന്നും ഹൈക്കോടതി. ഹൈക്കമാൻഡിന്റെ മുഖ്യമന്ത്രി തീരുമാനത്തിന് പിന്നാലെ ഇടഞ്ഞു നിൽക്കുന്ന മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല ആഭ്യന്തരം, വിജിലൻസ് എന്നീ വകുപ്പുകളോടെ VD സതീശൻ മന്ത്രിസഭയിൽ ചേരുമെന്ന് പാർട്ടി വൃത്തങ്ങൾ. ഓൺലൈൻ ഷെയർ ട്രേഡിംഗിന്റെ മറവിൽ ചാലക്കുടി പരിയാരം സ്വദേശിയിൽ നിന്ന് 1,08,00,000 രൂപ തട്ടിയെടുത്ത കേസിൽ കാസർഗോഡ് സ്വദേശി അറസ്റ്റിൽ. വാർത്തകൾ വിശദമായി. ചാലക്കുടി പുഴയ്ക്ക് കുറുകെയുള്ള പഴയ പാലത്തിന്റെ അറ്റകുറ്റപ്പണികളുടെ ഭാഗമായി ബെയറിംഗ് മാറ്റുന്ന പ്രവൃത്തികൾ പുരോഗമിക്കുന്നു. 42 ബെയറിങ്ങുകളിൽ 15 ബെയറിങ്ങുകൾ മാറ്റി സ്ഥാപിച്ചു. പാലത്തിന്റെ അടിയിൽ പണികൾക്കായി സ്ഥാപിച്ചിരുന്ന തട്ടുപാലം അഴിച്ചുപണിയുന്ന പ്രവൃത്തികളും പൂർത്തിയായിട്ടുണ്ട്. മുരിങ്ങൂർ ഭാഗത്തെ സ്പാനുകളിൽ സ്ഥാപിച്ച തട്ടുപാലം ഇവിടുത്തെ ബെയറിംഗ് മാറ്റിയതോടെ അഴിച്ചുമാറ്റി തൊട്ടടുത്ത സ്പാനുകളിലേക്ക് ഘടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇവിടുത്തെ ബെയറിങ്ങുകൾ മാറ്റും. തുടർന്ന് അടുത്ത സ്പാനിലേക്ക് തട്ടുപാലം ഘടിപ്പിച്ച് ബെയറിംഗ് മാറ്റുന്ന തരത്തിലാണ് പ്രവൃത്തികൾ ക്രമീകരിച്ചിരിക്കുന്നത്. പഴയ പാലത്തിന്റെ ഒരു ഭാഗത്തുകൂടി കാറുകളടക്കമുള്ളവ കടത്തിവിട്ടാണ് ഗതാഗത കുരുക്ക് നിയന്ത്രിച്ചിരുന്നത്. എന്നാൽ പാലത്തിന് മുകളിലെ എക്സ്പാൻഷൻ ജോയിന്റ് പ്രവൃത്തികൾ ആരംഭിച്ചതോടെ പഴയ പാലത്തിന് മുകളിലൂടെയുള്ള ഗതാഗതം പൂർണ്ണമായും നിർത്തിവെച്ചു. ഇതേ തുടർന്ന് രാവിലെ മുതൽ പ്രവൃത്തികൾ അവസാനിച്ച 4 മണി വരെ വലിയ ഗതാഗത തടസ്സമാണ് ഇവിടെ അനുഭവപ്പെട്ടത്. പ്രവൃത്തികൾ പൂർത്തീകരിച്ച് പകുതി ഭാഗം തുറന്നുകൊടുത്തതോടെ ഗതാഗത കുരുക്കിന് ശമനമായി. മെയ് 9-നാണ് പാലം അറ്റകുറ്റപ്പണികൾക്കായി അടച്ചിട്ടത്. 28 വരെയാണ് പ്രവൃത്തികളുടെ കരാർ കാലാവധി. പ്രവൃത്തികൾ ആരംഭിച്ചതോടെ തൃശൂർ ഭാഗത്തേക്കുള്ള വാഹനങ്ങൾ സമാന്തര പാലത്തിലൂടെയാണ് കടത്തിവിടുന്നത്. ഇത് പ്രദേശത്ത് കാര്യമായ ഗതാഗത തടസ്സമാണ് സൃഷ്ടിച്ചിരുന്നത്. എന്നാൽ പാലത്തിന്റെ ഒരു ഭാഗത്തുകൂടി വാഹനങ്ങൾ വിട്ടുതുടങ്ങിയതോടെ കുരുക്കിന് ശമനമാവുകയും ചെയ്തു. പോലീസിന്റെ നേതൃത്വത്തിലാണ് ഗതാഗതം നിയന്ത്രിക്കുന്നത്. തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് VD സതീശൻ സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. സത്യപ്രതിജ്ഞ ചടങ്ങിനായി സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഒരുക്കങ്ങൾ തകൃതിയായാണ് നടക്കുന്നത്. 10,000-ഓളം പേർക്ക് ഇരുന്ന് ചടങ്ങ് വീക്ഷിക്കാൻ കഴിയുന്ന തരത്തിലാണ് ക്രമീകരണങ്ങൾ ഒരുക്കുന്നത്. 1,00,000-ഓളം പേർ സത്യപ്രതിജ്ഞയ്ക്ക് എത്തും എന്നാണ് പ്രതീക്ഷ. പന്തലിന്റെ വശങ്ങളിൽ വീഡിയോ വാൾ ഒരുക്കുന്നതിനൊപ്പം സത്യപ്രതിജ്ഞ കാണുന്നതിനായി നിശാഗന്ധി ഉൾപ്പെടെ നഗരത്തിന്റെ വിവിധയിടങ്ങളിൽ വലിയ സ്ക്രീനുകളും സ്ഥാപിക്കും. പൊതുജനങ്ങളുടെ പ്രവേശനം പാസ് മൂലം നിയന്ത്രിക്കും. സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ പൂർത്തിയായ ശേഷം മന്ത്രിമാർ ലോക് ഭവനിൽ ഗവർണറുടെ സത്കാരത്തിനായി പങ്കെടുക്കും. പിന്നീട് മന്ത്രിസഭാ യോഗം ചേർന്ന് നിയമസഭ ചേരുന്നതിനുള്ള ശുപാർശ ഗവർണർക്ക് സമർപ്പിക്കും. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി MP തുടങ്ങിയ നേതാക്കൾ സത്യപ്രതിജ്ഞയ്ക്ക് എത്തും. അയൽ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർക്കും ചലച്ചിത്ര മേഖലയിൽ നിന്നടക്കമുള്ള പ്രമുഖർക്കും ക്ഷണമുണ്ട്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ളവരെയും ക്ഷണിച്ചിട്ടുണ്ട്. സത്യപ്രതിജ്ഞയ്ക്ക് BJP MLA-മാരും എത്തും. ചടങ്ങിൽ പങ്കെടുക്കാൻ VD സതീശൻ ക്ഷണിച്ചതായി BJP അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു.
ചാലക്കുടി കാടുകുറ്റി കുടുംബാരോഗ്യ കേന്ദ്രം, ചെറുവാളൂർ ജനകീയാരോഗ്യ കേന്ദ്രം എന്നിവയുടെ ആഭിമുഖ്യത്തിൽ ലോക ഡെങ്കു ദിനാചരണം സംഘടിപ്പിച്ചു. കുലയിടം ബേക്കറി ജംഗ്ഷനിൽ നടന്ന ദിനാചരണം ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലിജി അനിൽ ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ ബി ബിനേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർമാരായ ബാബു നമ്പാടൻ, ജിറ്റി ജിഷോ എന്നിവർ സംസാരിച്ചു. ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ കെ എം മഞ്ജേഷ് ബോധവൽക്കരണ ക്ലാസ് എടുത്തു. ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ രേഖ ബി മേനോൻ ഡെങ്കു ദിന പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. CDS മെമ്പർ ജിനി സംസാരിച്ചു. മെബിൻസ് ജോർജ്, ആശാ വർക്കർമാർ, കുടുംബശ്രീ പ്രവർത്തകർ, അംഗൻവാടി പ്രവർത്തകർ, സന്നദ്ധ പ്രവർത്തകർ എന്നിവർ പങ്കെടുത്തു. തുടർന്ന് കുലയിടം പ്രദേശത്ത് ഉറവിട നശീകരണ പ്രവർത്തനങ്ങൾ, ബോധവൽക്കരണ നോട്ടീസ് വിതരണം എന്നിവ നടത്തി. ഇതിന്റെ ഭാഗമായി നാളെ ചെറുവാളൂർ ജനകീയാരോഗ്യ കേന്ദ്രത്തിന്റെ പരിധിയിലുള്ള മുഴുവൻ വീടുകളിലും എന്റെ ഭവനം ശുചിത്വ ഭവനം ശുചീകരണ മത്സരം സംഘടിപ്പിക്കും. ശുചിത്വം ചെയ്യുന്നതിന് മുമ്പ് അതിന്റെ കാര്യങ്ങൾ അയച്ചു കൊടുക്കുക. എല്ലാവർക്കും നല്ല രീതിയിൽ, ഏറ്റവും നല്ല രീതിയിൽ കുടുംബത്ത് ശുചീകരണ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന കുടുംബത്തിന് സമ്മാനം. വിവാഹം കഴിച്ചാലോ കന്യാസ്ത്രീ ആയാലോ പിതാവ് നൽകിയ സ്വത്ത് നഷ്ടമാകുമെന്ന വ്യവസ്ഥ നിയമപരമല്ലെന്നും പാലിക്കേണ്ടതില്ലെന്നും ഹൈക്കോടതി. പിതാവ് എഴുതിച്ച ധനനിശ്ചയാധാരത്തിലെ ഈ നിബന്ധന പ്രകാരം സഹോദരിയുടെ വിഹിതം സ്വന്തം പേരിലാക്കിയ വൈക്കം സ്വദേശി വർക്കി എന്നയാളുടെ അപ്പീൽ തള്ളിയ ഉത്തരവിലാണ് ജസ്റ്റിസ് എസ് ഈശ്വരൻ ഇക്കാര്യം വ്യക്തമാക്കിയത്. 1965 തയ്യാറാക്കിയ ധനനിശ്ചയാധാരം അനുസരിച്ച് ഹർജിക്കാരന്റെ സഹോദരി കത്രീനയ്ക്ക് പിതാവ് 10 സെന്റ് സ്ഥലം നൽകി. മകൾ വിവാഹിതയാവുകയോ കന്യാസ്ത്രീയാവുകയോ ചെയ്താൽ ഭൂമി മകന് ലഭിക്കുമെന്ന വ്യവസ്ഥയോടെയാണ് ഇത്. 1971 വിവാഹിത കത്രീന ജർമ്മനിക്ക് പോയി. പിതാവ് 1983 മരിച്ചു. ഇതോടെ ആധാരത്തിലെ വ്യവസ്ഥ വെച്ച് വർക്കി സ്ഥലം സ്വന്തം പേരിൽ പോക്കുവരവ് ചെയ്തു. ഇതിനെതിരെ കത്രീന മുൻസിഫ് കോടതിയെ സമീപിച്ചെങ്കിലും അനുകൂല ഉത്തരവ് ലഭിച്ചില്ല. എന്നാൽ അപ്പീലിൽ കോട്ടയം അഡീഷണൽ ജില്ലാ കോടതി അനുകൂല നിലപാടെടുത്തു. ഇതിനെതിരെയാണ് വർക്കി ഹൈക്കോടതിയെ സമീപിച്ചത്. വിവാഹം കഴിക്കുന്നതിനോ കന്യാസ്ത്രീയാകുന്നതിനോ തടസ്സമായി നിൽക്കുന്ന വ്യവസ്ഥ ഇന്ത്യൻ കരാർ നിയമത്തിലെ 26-ാം വകുപ്പ് പ്രകാരം അസാധുവാണെന്ന് കോടതി നിരീക്ഷിച്ചു. ഇത് പൊതു താൽപര്യത്തിന് എതിരാണെന്നും കോടതി വ്യക്തമാക്കി. പിതാവ് നൽകിയ 10 സെന്റിൽ കത്രീനയ്ക്ക് പൂർണ്ണ അവകാശമുണ്ടെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. ഹൈക്കമാൻഡിന്റെ മുഖ്യമന്ത്രി തീരുമാനത്തിന് പിന്നാലെ ഇടഞ്ഞു നിൽക്കുന്ന മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല ആഭ്യന്തരം, വിജിലൻസ് എന്നീ വകുപ്പുകളോടെ VD സതീശൻ മന്ത്രിസഭയിൽ ചേരുമെന്ന് പാർട്ടി വൃത്തങ്ങൾ. പ്രതിഷേധ സൂചകമായി പാർട്ടി യോഗങ്ങളിൽ നിന്ന് വിട്ടുനിന്ന നേതാവിനെ അനുനയിപ്പിക്കുന്നതിന്റെ ഭാഗമായി അദ്ദേഹത്തെ ഉയർന്ന പദവിയുള്ള വകുപ്പുകൾ നൽകി മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താൻ ഹൈക്കമാൻഡ് നിയുക്ത മുഖ്യമന്ത്രി VD സതീശന് നിർദ്ദേശം നൽകി. പാർട്ടിയിലെ ഗ്രൂപ്പുകൾക്കിടയിൽ ഒരു സന്തുലിതാവസ്ഥ നിലനിർത്താനാണ് ഹൈക്കമാൻഡിന്റെ ഈ നീക്കമെന്ന് പാർട്ടി വൃത്തങ്ങൾ സൂചിപ്പിച്ചു. ചെന്നിത്തല മന്ത്രിസഭയിൽ ചേരാൻ വിസമ്മതിച്ചേക്കും എന്ന റിപ്പോർട്ടുകൾക്കിടയിലാണ് ഈ നിർണായക ഇടപെടൽ ഉണ്ടായത്. UDF സർക്കാരിന്റെ മന്ത്രിസഭാ രൂപീകരണം സംബന്ധിച്ച് കോൺഗ്രസ് നേതൃത്വം ഇന്ന് ഘടകകക്ഷികളുമായി ഉഭയകക്ഷി ചർച്ച നടത്തും. 21 അംഗ മന്ത്രിസഭയിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെ 11 മന്ത്രിമാരായിരിക്കും കോൺഗ്രസിനുണ്ടാവുക. ഇതിൽ ഒരാളായി വരുന്ന ചെന്നിത്തലയ്ക്ക് സുപ്രധാന വകുപ്പ് തന്നെ നൽകണം എന്നാണ് ഹൈക്കമാൻഡ് നിർദ്ദേശം. ചെന്നിത്തലയ്ക്ക് നിർണായകമായ 2 വകുപ്പുകൾ നൽകണമെന്ന കാര്യത്തിൽ പൊതുവെ എല്ലാവർക്കും സമ്മതമാണ്. എന്നാൽ സതീഷിനോട് അടുപ്പമുള്ള ചില നേതാക്കൾ ഇതിനെതിരായിരുന്നു എന്നാണ് സൂചന. എന്നാൽ ചെന്നിത്തലയുടെ സീനിയോറിറ്റി പരിഗണിക്കുമ്പോൾ അദ്ദേഹം ഈ പദവിക്ക് പൂർണ്ണമായി യോഗ്യനാണെന്ന് ഹൈക്കമാൻഡ് സതീഷിനെ ബോധ്യപ്പെടുത്തുകയായിരുന്നു. കൂടാതെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള മത്സരാർത്ഥികളിൽ ഒരാളായിരുന്നു ചെന്നിത്തല എന്ന കാര്യവും ഹൈക്കമാൻഡ് നിയുക്ത മുഖ്യമന്ത്രിയെ ഓർമ്മിപ്പിച്ചു. ചെന്നിത്തല ഈ ഓഫർ സ്വീകരിച്ചേക്കുമെന്നാണ് സൂചന. നേരത്തെ ചെന്നിത്തലയുടെ വസതി സന്ദർശിച്ച് സതീശൻ അനുനയിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് മന്ത്രിസഭയിൽ ചേരുന്ന കാര്യത്തിൽ രമേശ് ചെന്നിത്തല സമ്മതം മൂളിയിരിക്കുന്നത്. AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയും അദ്ദേഹവുമായി കൂടിക്കാഴ്ച നടത്തുകയും ടീമിൽ
ചേരേണ്ടതിന്റെ ആവശ്യകത ചെന്നിത്തലയെ ബോധ്യപ്പെടുത്തി 1 മണിക്കൂർ നീണ്ട ചർച്ച നടത്തുകയും ചെയ്തിരുന്നു. അതിനിടെ കോൺഗ്രസും UDFും മന്ത്രിസഭാ രൂപീകരണത്തെക്കുറിച്ച് അനൗപചാരിക ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട്. തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യുന്ന സതീശൻ മന്ത്രിസഭ സാമുദായിക സമവാക്യങ്ങളും പ്രാദേശിക സന്തുലിതാവസ്ഥയും നിലനിർത്തിക്കൊണ്ട് മുതിർന്നവരുടെയും പുതുമുഖങ്ങളുടെയും മിശ്രിതമായിരിക്കും. KC വേണുഗോപാൽ ക്യാമ്പ് തങ്ങൾക്ക് ടീമിൽ മതിയായ പ്രാതിനിധ്യം ഉറപ്പാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ചെന്നിത്തലയ്ക്ക് പുറമെ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്, K മുരളീധരൻ, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, KPCC വർക്കിംഗ് പ്രസിഡന്റുമാരായ AP അനിൽകുമാർ, PC വിഷ്ണുദാസ് തുടങ്ങിയവർ മന്ത്രിസഭയിൽ ഇടം പിടിക്കുമെന്നാണ് പ്രതീക്ഷ. M ലിജുവും പരിഗണനയിലുണ്ട്. കൊല്ലം നേതാവ് ബിന്ദു കൃഷ്ണയോ സതീശൻ അനുകൂലിയായ ഷാനിമോൾ ഉസ്മാനോ മന്ത്രിസഭയിലെ വനിതാ മുഖമായേക്കാം. KC അനുകൂലിയായ T സിദ്ദിഖ് അല്ലെങ്കിൽ ചെന്നിത്തല ക്യാമ്പിൽ നിന്നുള്ള അൻവർ സാദത്ത് എന്നിവരെയും പരിഗണിച്ചേക്കാം. സാമുദായിക സമവാക്യങ്ങൾ ഉറപ്പാക്കാൻ മാത്യു കുഴൽനാടൻ അല്ലെങ്കിൽ റോജി M ജോൺ എന്നിവരിൽ ഒരാൾക്ക് മന്ത്രിസ്ഥാനം ലഭിക്കാനും സാധ്യതയുണ്ട്. അതുപോലെ തലസ്ഥാന ജില്ലയിൽ നിന്ന് N ശക്തൻ അല്ലെങ്കിൽ M വിൻസെന്റ് എന്നിവരിൽ ഒരാളായിരിക്കും തെരഞ്ഞെടുക്കപ്പെടുക. തിരുവഞ്ചൂരിനെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കുകയാണെങ്കിൽ ചാണ്ടി ഉമ്മിനെ പരിഗണിച്ചേക്കാം. സ്പീക്കർ തെരഞ്ഞെടുപ്പ് മെയ് 22 നടക്കാൻ സാധ്യതയുണ്ട്. K ജയന്ത് അല്ലെങ്കിൽ VT ബൽറാം എന്നീ പേരുകളും മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കുന്ന പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഓൺലൈൻ ഷെയർ ട്രേഡിംഗിന്റെ മറവിൽ ചാലക്കുടി പരിയാരം സ്വദേശിയിൽ നിന്ന് 1,08,00,000 രൂപ തട്ടിയെടുത്ത കേസിൽ കാസർഗോഡ് സ്വദേശി അറസ്റ്റിൽ. കാസർഗോഡ് VTC കൊടിയാമ ചൂരിതഡ്ക സ്വദേശി 23 വയസ്സുള്ള മുഹമ്മദ് ഷമീലാണ് റൂറൽ സൈബർ പോലീസിന്റെ പിടിയിലായത്. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B കൃഷ്ണകുമാർ IPSന്റെ നിർദ്ദേശപ്രകാരം കാസർഗോഡ് നിന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ചാലക്കുടി പരിയാരം സ്വദേശിയായ പരാതിക്കാരനെ ബാരിക് ഗോൾഡ് ക്യാപിറ്റൽ എന്ന ട്രേഡിംഗ് കമ്പനിയാണെന്ന് വിശ്വസിപ്പിച്ചാണ് തട്ടിപ്പ് സംഘം വലയിലാക്കിയത്. ഫേസ്ബുക്ക്, വാട്സാപ്പ്, ടെലഗ്രാം എന്നിവ വഴി ബന്ധപ്പെട്ട് വിശ്വാസം നേടിയ ശേഷം പ്രത്യേക ട്രേഡിംഗ് വാലറ്റ് ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യിപ്പിച്ചു. 2024 നവംബർ മുതൽ 2025 ഫെബ്രുവരി വരെയുള്ള കാലയളവിൽ വിവിധ ഘട്ടങ്ങളിലായി 1,08,78,935 രൂപയാണ് പരാതിക്കാരൻ പ്രതികളുടെ അക്കൗണ്ടുകളിലേക്ക് കൈമാറിയത്. ലാഭമായി ലഭിച്ചതായി കാണിച്ച തുക പിൻവലിക്കാൻ കഴിയാതായതോടെയാണ് തട്ടിപ്പാണെന്ന് പരാതിക്കാരന് വ്യക്തമായത്. തുടർന്ന് ഇരിങ്ങാലക്കുട സൈബർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയായിരുന്നു. തട്ടിയെടുത്ത പണത്തിൽ 4.5 ലക്ഷത്തോളം രൂപ ഷമീലിന്റെ IDFC ബാങ്ക് അക്കൗണ്ടിലേക്കാണ് എത്തിയത്. ഈ തുക ATM വഴിയും ചെക്ക് ഉപയോഗിച്ചും പിൻവലിച്ച് മുഖ്യ സൈബർ തട്ടിപ്പ് സംഘത്തിന് നൽകിയതിനാണ് ഷമീൽ പിടിയിലായത്. ഷമീൽ ഈ കേസിലെ മുഖ്യ പ്രതികളിൽ ഒരാളായ മലപ്പുറം സ്വദേശി അജ്സൽ എന്നയാളുടെ കൂടെ പോയി തട്ടിപ്പിലൂടെ എത്തുന്ന പണം അക്കൗണ്ടിൽ നിന്ന് പിൻവലിച്ച് അജ്സലിന് കൈമാറുകയും ഇതിന് പ്രതിഫലമായി കമ്മീഷൻ കൈപ്പറ്റുകയുമായിരുന്നു. കേസിലെ മുഖ്യപ്രതിയായ അജ്സലിനെ പോലീസ് നേരത്തെ തന്നെ അറസ്റ്റ് ചെയ്തിരുന്നു. സൈബർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ അഷ്റഫ് A, സബ് ഇൻസ്പെക്ടർ ജസ്റ്റിൻ KV, CPOമാരായ ശ്രീനാഥ് TP, ശ്രീയേഷ് CS, DVR, CPO അനന്തു മോൻ എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ലീഗ് സഹോദര പാർട്ടിയാണെന്ന് നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ. കേരളത്തിന്റെ മതേതര ഘടന നിലനിർത്തുന്നതിൽ മുസ്ലിം ലീഗ് സുപ്രധാന പങ്ക് വഹിക്കുന്നുണ്ടെന്നും സതീശൻ പറഞ്ഞു. ലീഗിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് AICC VD സതീശനെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ചതെന്ന BJPയുടെയും ഹിന്ദു സമുദായ സംഘടനകളുടെയും വിമർശനം നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് സതീശന്റെ പുതിയ പ്രസ്താവന. തിരുവനന്തപുരത്തെ പാർട്ടി ഓഫീസിലെത്തി ലീഗ് നേതാക്കളെ സന്ദർശിച്ച സതീശൻ നേതൃത്വവുമായി ചർച്ചകൾ നടത്തി. UDFന്റെ ശക്തി കേന്ദ്രങ്ങളിൽ ഒന്നാണ് ലീഗ്. മുൻകാലങ്ങളിൽ ഒന്നുമില്ലാത്ത വിധം ഒരു ടീമായിട്ടാണ് ഇത്തവണ നമ്മൾ പ്രവർത്തിച്ചതെന്നും ലീഗ് സംസ്ഥാന പ്രസിഡന്റ് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ പിന്തുണയോടെ നിയമസഭയ്ക്ക് അകത്തും പുറത്തും നമ്മൾ ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചുവെന്നും VD സതീശൻ പറഞ്ഞു. UDF ശക്തമായ മതേതര നിലപാടാണ് സ്വീകരിച്ചതെന്നും കേരളത്തിലെ ജനങ്ങൾ അത് അംഗീകരിച്ചതായും അദ്ദേഹം പറഞ്ഞു. ആ നിലപാടിന് പിന്നിലെ ശക്തി ശിഹാബ് തങ്ങളായിരുന്നു. മുനമ്പം, പള്ളുരുത്തി വിഷയങ്ങളിലടക്കം വർഗീയ പ്രചാരണങ്ങളിലൂടെ ഭിന്നതയുണ്ടാക്കാൻ പല ശക്തികളും ശ്രമിച്ചു. എന്നാൽ ലീഗും ശിഹാബ്
ശിഹാബ് തങ്ങളും സ്വീകരിച്ച നിലപാട് തന്നെ അത്ഭുതപ്പെടുത്തിയെന്നും അദ്ദേഹം പറഞ്ഞു. ബാബറി മസ്ജിദ് തകർത്ത കാലത്തും ലീഗ് നേതൃത്വം സമാനമായ മതേതര നിലപാടാണ് സ്വീകരിച്ചതെന്ന് സതീശൻ ഓർമ്മിപ്പിച്ചു. UDFന്റെ മതേതര നിലപാടിനെ ലീഗ് നിരന്തരം പിന്തുണച്ചിട്ടുണ്ടെന്നും പാർട്ടിയിലെ ഒരു നേതാവ് പോലും വർഗീയ പരാമർശങ്ങൾ നടത്തിയിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ലീഗ് ദുർബലമായാൽ ആ സ്ഥാനം ആർക്കായിരിക്കും? അതൊരു വലിയ ചോദ്യമാണ്. അങ്ങനെ വന്നാൽ കേരളം തന്നെ അപകടത്തിലാകും. നമ്മൾ സഹോദര സംഘടനകളാണ്, ഒന്നിച്ചു നിൽക്കും, അദ്ദേഹം കൂട്ടിച്ചേർത്തു. ലീഗിന് ശക്തമായ സ്വാധീനമുള്ള മണ്ഡലങ്ങളിലെല്ലാം കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ വിജയം ഉറപ്പാക്കുന്നതിൽ ലീഗ് പ്രധാന പങ്ക് വഹിച്ചു. UDFിലെ മറ്റ് സഖ്യകക്ഷികളും പരസ്പരം പിന്തുണച്ചതായും സതീശൻ പറഞ്ഞു. ഭരണത്തിലും ലീഗിലുമായി സമാന ഏകോപനം തുടരുമെന്നും സംസ്ഥാനത്തിന്റെ വികസനത്തിനായി ഒന്നിച്ചു പ്രവർത്തിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. വകുപ്പ് വിഭജനത്തിൽ ആദ്യഘട്ടം പൂർത്തിയായെന്നും വിശദാംശങ്ങൾ ഞായറാഴ്ച പ്രഖ്യാപിക്കുമെന്നും അറിയിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സീറ്റ് വിഭജന വേളയിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതിരുന്നതുപോലെ അതേ മനോഭാവത്തോടെ തന്നെയായിരിക്കും വകുപ്പ് വിഭജനവും കൈകാര്യം ചെയ്യുകയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കേരളത്തിലെ ജനങ്ങൾക്ക് അനുയോജ്യനായ മുഖ്യമന്ത്രിയാണ് സതീശനെന്ന് ഷാദിഖ് അലി ശിഹാബ് തങ്ങളും പറഞ്ഞു. ലീഗിന്റെ പൂർണ്ണ പിന്തുണ ഉറപ്പു നൽകുകയും ചെയ്തു. സതീശൻ സംസ്ഥാനത്തിന്റെ കരുത്തായി മാറിയിരിക്കുന്നു, അദ്ദേഹം പറഞ്ഞു. മുതിർന്ന ലീഗ് നേതാക്കളായി PK കുഞ്ഞാലിക്കുട്ടി, PMA സലാം, ET മുഹമ്മദ് ബഷീർ എന്നിവരും യോഗത്തിൽ പങ്കെടുത്തു. 22 MLA-മാരുള്ള ലീഗ് UDFിലെ രണ്ടാമത്തെ വലിയ കക്ഷിയാണ്. സതീഷിനെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ചതിന് പിന്നാലെ ലീഗിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് തീരുമാനമെന്ന് BJP നേതാക്കളും NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായരും SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും ആരോപിച്ചിരുന്നു. സംസ്ഥാനത്ത് സ്വർണ്ണവില വീണ്ടും കുറഞ്ഞു. പവന് 720 രൂപയാണ് കുറഞ്ഞത്. 1,15,080 രൂപയാണ് ഒരു പവൻ സ്വർണത്തിന്റെ വില. ഗ്രാമിന് ആനുപാതികമായി 90 രൂപയാണ് കുറഞ്ഞത്. 14,385 രൂപയാണ് 1 ഗ്രാം സ്വർണത്തിന്റെ വില. വെള്ളിയാഴ്ച 2 തവണകളായി പവന് 3,240 രൂപയാണ് ഇടിഞ്ഞത്. ആഗോള വിപണിയിൽ എണ്ണവില കൂടിയതടക്കമുള്ള വിഷയങ്ങളാണ് സ്വർണ്ണവിലയെ സ്വാധീനിച്ചത്. ഇറാൻ യുദ്ധത്തെ തുടർന്നുള്ള സാമ്പത്തിക സമ്മർദ്ദങ്ങൾക്കിടെ രാജ്യത്തിന്റെ വിദേശ നാണ്യ ശേഖരം സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ സ്വർണത്തിന്റെയും വെള്ളിയുടെയും ഇറക്കുമതി ചുങ്കം 6% നിന്ന് 15% ഉയർത്തിയ കേന്ദ്ര സർക്കാർ നടപടിയും സ്വർണത്തിൽ പ്രതിഫലിക്കുന്നുണ്ട്. ഇതിനു പുറമെ അമേരിക്കൻ ഡോളർ കൂടുതൽ ശക്തി ആർജിക്കുമെന്ന പ്രവചനങ്ങളും സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്നുണ്ട്. US ഫെഡറൽ റിസർവ് പലിശ നിരക്ക് ഉയർത്താൻ ആലോചിക്കുന്നതായി റിപ്പോർട്ടുകളുണ്ട്. അത്തരത്തിൽ ഒരു തീരുമാനം വന്നാൽ ഡോളറിന്റെ മൂല്യം വീണ്ടും ഉയരുമെന്ന കണക്കുകൂട്ടലും സ്വർണത്തിന് വിനയായിട്ടുണ്ട്. ജനുവരി 29 രേഖപ്പെടുത്തിയ 1,31,160 രൂപയാണ് സ്വർണ്ണവിലയിലെ റെക്കോർഡ്. ഡിസംബർ 23 പവൻ വില ആദ്യമായി 1 ലക്ഷം കടന്നത്. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. 7 ജില്ലകളിലാണ് യെല്ലോ അലർട്ടുള്ളത്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിലാണ് മുന്നറിയിപ്പുള്ളത്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. 24 മണിക്കൂറിൽ 64.5 മില്ലിമീറ്ററിൽ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴയാണ് പ്രതീക്ഷിക്കുന്നത്. ഇടിമിന്നലിനും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിനും സാധ്യതയുള്ളതായി കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. അതിശക്ത മഴ മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ ജനങ്ങൾ അതീവ ജാഗ്രത പുലർത്തണമെന്ന് അധികൃതർ നിർദ്ദേശിച്ചു. കേരളത്തിലെ എല്ലാ ജില്ലകളിലും 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന താലൂക്ക് ജില്ലാ കൺട്രോൾ റൂമുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അപകട സാധ്യത മുന്നിൽ കാണുന്ന ഘട്ടത്തിലും സഹായങ്ങൾക്കുമായി 1077, 1070 എന്നീ ടോൾ ഫ്രീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചാലക്കുടി പുഴയ്ക്ക് കുറുകെയുള്ള പഴയ പാലത്തിന്റെ അറ്റകുറ്റപ്പണികളുടെ ഭാഗമായി ബെയറിംഗ് മാറ്റുന്ന പ്രവൃത്തികൾ പുരോഗമിക്കുന്നു. തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് VD സതീശൻ സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. ചാലക്കുടി കാടുകുറ്റി കുടുംബാരോഗ്യ കേന്ദ്രം, ചെറുവാഴൂർ
ജനകീയാരോഗ്യ കേന്ദ്രം എന്നിവയുടെ ആഭിമുഖ്യത്തിൽ ലോക ഡെങ്കു ദിനാചരണം സംഘടിപ്പിച്ചു. വിവാഹം കഴിച്ചാലോ കന്യാസ്ത്രീ ആയാലോ പിതാവ് നൽകിയ സ്വത്ത് നഷ്ടമാകുമെന്ന വ്യവസ്ഥ നിയമപരമല്ലെന്നും പാലിക്കേണ്ടതില്ലെന്നും ഹൈക്കോടതി. ഹൈക്കമാൻഡിന്റെ മുഖ്യമന്ത്രി തീരുമാനത്തിന് പിന്നാലെ ഇടഞ്ഞു നിൽക്കുന്ന മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല ആഭ്യന്തരം, വിജിലൻസ് എന്നീ വകുപ്പുകളോടെ വി ഡി സതീശൻ മന്ത്രിസഭയിൽ ചേരുമെന്ന് പാർട്ടി വൃത്തങ്ങൾ. ഓൺലൈൻ ഷെയർ ട്രേഡിംഗിന്റെ മറവിൽ ചാലക്കുടി പരിയാരം സ്വദേശിയിൽ നിന്ന് 1,08,00,000 രൂപ തട്ടിയെടുത്ത കേസിൽ കാസർഗോഡ് സ്വദേശി അറസ്റ്റിൽ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.